ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഓട്ടട കേട്ടോ. ഓട്ടട എന്നും പറയും, മുട്ടപ്പത്തിരി എന്നും പറയും. ഇതിന് കുറേ പേരുകളുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഓട്ടട എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ദേ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി വെച്ചുണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റാണ് കേട്ടോ അതുണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ കരണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മിക്സിയിലൊന്നും അടിച്ചാൽ കൂടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അരിപ്പൊടി കുറച്ച് നേരം നല്ലോണം ഇളക്കിങ്ങാണ്ട് മുട്ടയും ചേർത്തിട്ട് ഉണ്ടാക്കിട്ടോ. കണ്ടില്ലേ, ഉണ്ടാക്കിയിട്ട് നല്ല നന്നായി വന്നിട്ട് ഹോൾസൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതല്ലേ, ഇതേപോലെ ഇങ്ങനത്തെ മണ്ണിൻ്റെ ചട്ടി ഉണ്ടാവും കേട്ടോ, അതിൽ ചുട്ടുണ്ടാക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ ഓർഡർ ഉണ്ടാക്കാൻ നോക്കാലോ നമുക്ക്. അതിനായിട്ട് ഞാനേ അരിപ്പൊടി, മുട്ട, തേങ്ങ, ഈ 3 സാധനങ്ങൾ അതിൽ ചേർത്തുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ല, അതേപോലത്തെ അരിപ്പൊടി കേട്ടോ എടുത്തുക്കണത്. നിങ്ങൾ പച്ചരി വെള്ളത്തിലിട്ടുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോളി, അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഇതൊന്ന് മിക്സിയിലൊക്കെ അടിച്ചണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഇൻവെർട്ടർ ആകുമ്പോൾ പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചാൽ നമ്മളെല്ലാ കറണ്ടും പോകും. കറണ്ട് 5 മണിക്കൂർ വരികയെന്ന് പറഞ്ഞപ്പോഴേ, അപ്പം ഞാനേ അതിന് ഒരു ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിക്കിപ്പോൾ ഞാൻ ഒരു മുട്ടയാണ് എടുത്തുക്കണത്. നിങ്ങൾ 2 ഗ്ലാസ് എടുക്കണമെങ്കിൽ 2 മുട്ട എടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ് ആവില്ല. അങ്ങനെ ഈ ഒരു മുട്ട ഇട്ടിട്ട് നമുക്ക് നല്ലോണം സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം, ഇതേപോലെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, തേങ്ങ ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ രാവിലെയൊക്കെ നീച്ചുമ്പോഴേ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചായക്കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ഓട്ടട ഉണ്ടാക്കണമെന്ന് വെച്ചാലേ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു 2-3 ആൾക്കില്ല അപ്പമൊക്കെ ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാം. ഇത് കലക്കി കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലോണം ഇളക്കി കൊടുത്താൽ കേട്ടോ. മിക്സിയിൽ നമ്മൾ അടിച്ചാണെങ്കിൽ പിന്നെ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല, എല്ലാതും കൂട്ടിയാണ് അടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിക്ക്. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് പൊടിക്കാണ് 1 കപ്പ് തേങ്ങ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ 2 ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് തേങ്ങ എടുത്തോളൂ. ഇതിപ്പോൾ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുക, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുക, പച്ചരി കൊണ്ട് ഉണ്ടാക്കുക, അരിപ്പൊടി കൊണ്ട് എല്ലാം അതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല നേരമായിട്ടോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടിട്ടതാ കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ. ആ കുഞ്ഞി ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചിട്ടേ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ മുട്ടയൊക്കെ അതിലൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിങ്ങാണ്ടേ യോജിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കാത്തതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അപ്പോഴേ ഇതിൻ്റെ എല്ലാതും ജോയിൻ്റ് ആവുള്ളൂ. ആ മുട്ടയും ആ തേങ്ങയൊക്കെ അതിൽ നല്ലോണം ഒന്ന് പിടിച്ചിട്ടേ. ആദ്യം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഇതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം ഉടക്കണം. ഇതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം ഉടച്ചിട്ടാണ് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിക്കേണ്ടത്. വെള്ളം വല്ലാതെ ലൂസായി പോകരുത്. നമ്മളൊരു ദോശമാവൊക്കെ എടുക്കൂലേ, ദോശമാവിൻ്റെയൊക്കെ അതേ അളവാട്ടോ, അതേമാതിരിയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാകം. നമ്മളിങ്ങനെ കയ്യിലുകൊണ്ട് ഇങ്ങനെ ആറ്റുമ്പോൾ ദോശൻ്റെ മാവ് പോലെയാണ്. ഇനി അഥവേ നിങ്ങൾ വെള്ളം ഏറി നിച്ചാൽ കുറച്ച് പൊടി ഇട്ടുകൊണ്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലേറെ നന്നാവും കേട്ടോ. പക്ഷേ ഇങ്ങനെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും മിക്സിയിലൊന്നും അടിക്കാതെ തന്നെ നല്ല നേരമായി. ഞാൻ മിക്സിയിൽ അടിക്കണം എന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കി, അപ്പോഴും നല്ല നന്നായി കേട്ടോ. അങ്ങനെ നമുക്ക് അതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ടേ ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ടേ നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഞാൻ അപ്പോൾ ഇളക്കുമ്പോൾ തിരിയണമെന്ന് തരും. ഒരു കയ്യിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് ഞാൻ ഇളക്കുകയാണ്. അതുകൊണ്ടാണിത്, അല്ലെങ്കിൽ ആ ചട്ടിമന്ന് പിടിച്ചിങ്ങാണ്ട് ഇളക്കിയാൽ മതി. അതുകൊണ്ടപ്പോൾ ഇതാകെ തിരിയണത്. അങ്ങനെ നന്നായി ഇളക്കി വീഡിയോ എടുക്കും വേണം ഇളക്കും വേണം, 2 പണി കൂടിയാണ് നടക്കണത്. കണ്ടില്ലേ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചണം കേട്ടോ. ഇത് കുറച്ച് ടൈറ്റ് അധികമാണ്. അപ്പോൾ ഇതിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളിയും, പാകത്തിനില്ല. ഉപ്പൊന്നും അധികം ആകണ്ട, പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഇട്ട ഉപ്പ് ഇതിക്ക് നല്ല പാകം കേട്ടോ. ഞാൻ പാകം നോക്കി, ഞാനൊരു കമ്മട്ടത്തിലാണ് ഇട്ടതാണ്, അപ്പോൾ നല്ല പാകമായിരുന്നു.
അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കുമ്പോഴുള്ള അതൊക്കെ ഒന്ന് യോജിച്ചങ്ങാണ്ട് റെഡിയാക്കുക. നമ്മളിപ്പോൾ ഇത് കുറച്ച് നേരം വെക്കണമെന്നില്ല, എപ്പോൾ തന്നെ ചൂടാണ്. ഇത് പൊങ്ങാൻ വെക്കേണ്ടി ഒന്നും ആവശ്യമില്ല, അപ്പളെ ചൂടാണ്. അങ്ങനെ ഇതൊക്കെ ഇളക്കി യോജിപ്പിട്ട് നമ്മളൊന്ന് ആറ്റി നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് അധികമാണ്. ലേശം വെള്ളം കൂടി വെച്ചണം കേട്ടോ. കുറച്ച് വെള്ളം അധികം ആകുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പൊടിയിട്ടുള്ളൂ കേട്ടോ. ലൂസായാൽ പിന്നെ അത് ചുട്ടാൻ നേരാവില്ല. ദോശമാവിൻ്റെ അതേ അളവാണ് അതിൻ്റെ. ഇങ്ങനെ ആറ്റി നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് നന്നായി ഇളക്കി വന്നാലോ. വീഡിയോയിലേക്ക് പോയാലോ. ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചട്ടെ. അപ്പം ഗൈസ് നമുക്ക് ചുടാൻ്റെ മൺചട്ടി കേട്ടത്. ഇതിന് പണ്ടുള്ള ആൾക്കാരൊക്കെ പത്തിരി ചട്ടി എന്നും പറയും, ഇത് ഓട്ടട ചട്ടി എന്നും പറയും കേട്ടോ. പണ്ടൊക്കെ ഇതിൽ പത്തിരി ഇതിൽ ചുട്ടിരുന്നത്. ഇങ്ങനത്തെ വലിയ ചട്ടി ഉണ്ടാവും, 3-4 പത്തിരി ഇടാൻ പറ്റുന്ന വലിയ മൺചട്ടി, അത് ഇവിടെ ഉണ്ട്. അതിലാ മൺചട്ടി ഇടും. ഇതിലാണെങ്കിൽ കുറേ അടുപ്പിലിങ്ങനെ വെച്ചിട്ട് കുറേ ചട്ടിയിൽ വെച്ച് ഇങ്ങനെ ചുട്ടിയിരുന്നു ആദ്യത്തെ കാലത്തൊക്കെ. ഇപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ ഇൻഡാലിയത്തിൻ്റെയും മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി, വലിയ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ചട്ടിയിലല്ലേ അപ്പം ചുടുക. അങ്ങനെ ഇതിൽ ചുടുമ്പോൾ നല്ല നന്നാവും കേട്ടോ. ഇത് നല്ലോണം ചൂടായിട്ടാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ചട്ടി നല്ലോണം ഫ്ലെയിം നല്ലോണം ചൂടായി, ഒരു 5 മിനിറ്റ് ചൂടായിട്ട് നല്ലോണം ചൂടായി വന്നിട്ട് തുള്ളി ഒറ്റിച്ച് വെക്കുക. എന്നിട്ട് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹോൾസൊക്കെ നേർക്ക് വരുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ലോണം ഹോൾസ് വന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ഫ്ലെയിം ചെറുതാക്കിയിട്ടാണ് എടുക്കുക. വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നല്ലോണം ഹോൾസൊക്കെ ഒന്ന് വരട്ടുക നമുക്ക്. ആദ്യം നല്ലോണം ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് ചട്ടിയിൽ ഒഴിക്കുക. ഞാൻ അടുത്ത ഒഴിച്ചുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. നമുക്ക് അടുത്ത അപ്പം ചൂടാം. ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒരു കയ്യിൽ പാർന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തോളൂ. എന്നിട്ട് പിന്നെ നല്ലോണം ഹോൾസ് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നിറച്ച് ഹോൾസ് വന്നിട്ട് നമ്മൾ ഫ്ലെയിം ചെറുതാക്കിയിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചാൽ പെട്ടെന്നാവും കേട്ടോ. പെട്ടെന്ന് ആകണുണ്ട്, അധികം നേരമൊന്നും വേണ്ട. അല്ലേ, ഹോൾസുകളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിലൊരു മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നമ്മൾ പച്ചരി ആട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അരിപ്പൊടി വറുത്ത പൊടിനേക്കാളും നന്നാവും പച്ചരി ആട്ടുമ്പോൾ. ഇത് നന്നായിട്ടില്ല എന്നല്ല, അതിലേറെ ഒന്നുകൂടി സോഫ്റ്റ് കിട്ടും. നമുക്ക് അടുത്ത അപ്പം കൂടി ചൂടാം. അങ്ങനെ എല്ലാ അപ്പവും ചൂടാം നമുക്ക് കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 അപ്പം ചുട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല കട്ടിയുള്ള അപ്പമാണ്. ഇത് 2 എണ്ണമൊക്കെ ആൾക്കാരെ കൊണ്ട് കഴിക്കാൻ കഴിയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അപ്പമൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ അത് കറിയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടക്കറിയുടെ ചട്നിയോ എന്ത് കറിയുടെ കൂടെയും കഴിക്കട്ടോ. ഞാനിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയില്ല, ഞാൻ തേങ്ങയും ശർക്കരയും കൊണ്ടിട്ടിട്ട് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടമാണ്.
കുറച്ച് തേങ്ങ ചിരവിയിട്ട് ശർക്കരയും ചിരകിടുക. ഇവിടെ ഇതിൽ വെച്ച് കഴിച്ചാൽ അത് ഭയങ്കര ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കറിയും ചട്ടിനിയൊക്കെ അങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ. പക്ഷേ ഈ തേങ്ങയും ശർക്കരയും കൂട്ടി കഴിക്കുമ്പോഴേ നിങ്ങളങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ കഴിച്ച് നോക്കി. പറ്റണോല് മധുരം പറ്റണോല് അല്ലേ, നല്ലൊരു ടേസ്റ്റാട്ടോ അത് ഇങ്ങനെ കഴിച്ചാൽ. ഞാൻ കഴിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഒരു പിച്ച് ഓട്ടട എടുക്കുക, ആ തേങ്ങയിലൊന്ന് ഒപ്പുക, എടുക്കുക, തേങ്ങ അതിൽ നിന്ന് കുറച്ച് എടുക്കുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടമായാലേ നമുക്ക് കഴിച്ചാലോ. അടിപൊളി ടേസ്റ്റാട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. അങ്ങനെ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ട് മാത്രം, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കൊണ്ടു. താങ്ക് യു ഫോർ വാച്ച്. വീഡിയോയിലേക്ക് പോയാലോ നമുക്ക്.